വാദി നഗോബിലെ പാർട്ട് 4 ആണിത്. നമ്മൾ കെനിയനിലൂടെ എല്ലാം പോയി കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും നമ്മൾ ഹൈറ്റിലേക്ക് പോയി തുടങ്ങി. അത്യാവശ്യം സ്റ്റെപ്പും സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ക്ലൈംബ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും നല്ല വൈബാണത്. നമ്മൾ മാത്രമേ ഉള്ളോ? എൻ്റെ പോന്നെ, എൻ്റെ വ്യൂ മാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മേലോട്ട് ഹൈക്ക് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള റോക്കി ഏരിയ ആണ് എല്ലാം. നോക്കി നടന്നില്ലെന്നുണ്ടെങ്കിൽ കൈയും കാലെല്ലാം മുറിയും. പിന്നെ അതുമാത്രമല്ല നല്ല സ്ലിപ്പറിയും കൂടെയാണ്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകത്തില്ല, നിങ്ങളത് ഹൈക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി. ഫുള്ള് ഷാർപ്പ് റോക്ക് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ മുള്ളു പോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നു. പേരൊന്നും അറിയത്തില്ല. എല്ലായിടത്തും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഉണ്ട്. ആക്ച്വലി നമ്മളിതൊരു ഷോർട്ട് കട്ട് പിടിച്ചാണ്. ട്രയൽ റൂട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലോട്ടാണ്. നമ്മൾ ലെഫ്റ്റ് ജസ്റ്റ് ഒരു പീക്കിലോട്ട് കയറാനായിട്ട് വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ചൂസ് ചെയ്തതാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, കുറച്ചധികം ഡിഫിക്കൽട്ടായിട്ടായിരുന്നു ഫീലായത്. നമ്മൾ ടോപ്പിൻ്റെ ഒരു സൈഡ് എഡ് ഷോൾഡറിലെത്തി. അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പുറത്ത് കാണുന്ന ലോമാൻ ബോർഡർ. അവർ റൈറ്റ് സൈഡിലൂടെ പയ്യെ നടക്കുന്നു. നമ്മൾ ഈ എഡ്ജ് വഴി പോകാനായിട്ട് പ്ലാൻ. അങ്ങനെ കുറച്ച് ദൂരം ടോപ്പ് എത്തി. അവിടുത്തെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒമാൻ സൈഡാണ്. പക്ഷെ നല്ലൊരു വ്യൂ ആണ്. കുറച്ച് ടയേർഡായി. അവിടെ നിന്ന് വെള്ളമെല്ലാം കുടിച്ച് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് താഴെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ്. താഴെ വില്ലേജിലോട്ട് പോയിട്ട് കുറച്ച് ഷോട്ടിലെടുക്കാണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്നതാണ് ഷേരി വില്ലേജ് എന്ന് പറയുന്നത്. റിമോട്ടായിട്ടുള്ളൊരു വില്ലേജാണ്. ചുറ്റും കാണുന്ന എല്ലാ ഹജാർ മൗണ്ടൻസ് ആണ്. വേറൊരു വൈഡ് ലാൻഡ്സ്കേപ്പാണിത്. അങ്ങനെ താഴെ കുറച്ച് ഇറങ്ങി നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഗ്രാമത്തിലെ ആൾക്കാർ, ഓൾമോസ്റ്റ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്, സ്റ്റേ ചെയ്യുന്ന എല്ലാം ഒറ്റയ്ക്ക് തന്നെ. ഒരു മാക്സിമം പണിക്കാരാണ്. കൃഷിയും പിന്നെ അല്ലാണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അവർ എല്ലാവരും സോളാറിലാണ് ഇവിടെ മെയിനായിട്ട് കറണ്ടും കാര്യങ്ങളൊക്കെ. ഈ കാണുന്ന ഒരു പച്ചപ്പ് പോലത്തെ ഒരു ഫീൽഡ്, ഇതെല്ലാം ഇവർ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഷീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരിക്കുന്നതൊക്കെ വലിയ ചെമ്മരിയാട് പോലത്തെ ഒന്നുമല്ല, നോർമൽ തരം സ്മോൾ ഹട്ടുകൾ പോലെയാണ് ആയിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം രാത്രിയാകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല തണുപ്പ് ടെമ്പറേച്ചർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. മഴ സമയത്ത് കുറച്ചും കൂടെ ഭംഗിയായതിന് പറയുന്നവരിവിടെ. അങ്ങനെ അടുത്തൊരു മലയിലോട്ട് പിടിക്കാനുള്ളൊരു പ്ലാനാണ്. നമുക്കൊരു ടൈമും കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങാൻ നേരത്തെ കുറച്ച് വിശദമായ ഗ്രാമം കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആടുകൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള അവർ തന്നെ കല്ലിൽ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന സംഭവമാണ്. വലിയ സംഭവമൊന്നുമില്ല. ഇതിനകത്ത് അവർക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും, അത്ര തന്നെ. പിന്നെ അതെനിക്ക് കയറാനായിട്ട് വേണ്ടി പറ്റില്ല, ഇച്ചിരി പാടാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന അവിടുത്തെ ഒരു ഹട്ടും അതിൻ്റെ കൂടെ അവരുടെ ഒരു ഗോഡൗൺ പോലെ നെല്ലും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. പിന്നെ അവരുടെ പാചക രീതികളാണ് നിങ്ങൾ കാണുന്നത്. മാക്സിമം ഒരു വിറവടപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ പോലെ തന്നെയാണ് അവരും ഇവിടെയും. പിന്നെ അവിടെ നമ്മൾ നേരെ ആ ഒരു ഗ്രീൻ ഫീൽഡ് മൈതാനം പോലെ ഇരിക്കുന്ന ഏരിയയിലോട്ട് നടന്നു തുടങ്ങി. അവിടുത്തെ ആ നടുക്ക് എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. വേറെ ലെവലാണ്. അവിടെ നമുക്ക് അത്യാവശ്യം ക്യാമ്പൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് പെർമിഷൻ വേണം, ഗവൺമെൻറ് പെർമിഷൻ അല്ല, അവിടുത്തെ ലോക്കലിൻ്റെ ഒരു പെർമിഷൻ ഇട്ടിട്ട് നമ്മളവിടെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അവിടെയുള്ള ലോക്കൽസ് എല്ലാം ഫ്രണ്ട്ലിയാണ്. അവർ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല.
നമുക്ക് കാണാം ആ ഒരു വൈഡ് ലാൻഡ്സ്കേപ്പ് വളരെ മനോഹരമാണ്. രാവിലെയൊക്കെ അവിടെ നിൽക്കാനും ഒരു രാത്രിയൊക്കെ ജസ്റ്റ് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് അസാധാരണമായിട്ടുള്ളൊരു വ്യൂ ആണത്. നെക്സ്റ്റ് ടൈം നമ്മളിവിടെ വരാനായിട്ട് പ്ലാൻ ഉണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകാൻ കണക്കാക്കി വരത്തുള്ളൂ. രാത്രി ഇവിടുത്തെ സ്റ്റാറും ആ ഒരു പീസ്ഫുൾനെസ്സും ഒക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും തളർന്ന അവശനായി. എന്നാലും ഒരു പഞ്ചിന് പറയട്ടെ. കുറച്ച് കാലുകൊണ്ട് നടന്ന് തളർന്നപ്പോൾ പിന്നെ കൈ കൊണ്ട് നടക്കാൻ കഴിയും. അങ്ങനെ തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്തതാണ് ഇതെല്ലാം. അതായത് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാരണം മഴ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. മഴ വന്നാൽ കുറച്ച് പാടാണ് ഇറങ്ങാനായിട്ട്. എല്ലാവരുമായിട്ട് ഇറങ്ങി